ഹല്ലേലൂയ. യേശുവിൽ വളരെ സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് നമ്മുടെ മേൽ കർത്താവ് വൻ കൃപ വർഷിക്കാൻ പോവുകയാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും ദൈവം അനുഗ്രഹിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് തൻ്റെ 12 മക്കളെയും തലമുറകളെയും അനുഗ്രഹിക്കുന്നുണ്ട്. അബ്രാഹാം ഇസ്ഹാക്കിനെ അനുഗ്രഹിക്കുന്നുണ്ട്, ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്ന ചരിത്രം വിശുദ്ധ ബൈബിളിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. നമ്മളിന്ന് നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ദൈവനിഷേധികളുടെ തലമുറ തകർച്ചയിലേക്ക് കടന്നു പോകും എന്ന ആത്മീയ യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. പാപികളുടെ തലമുറകൾ, പാപകരമായ ജീവിതം നയിക്കുന്നവരുടെ തലമുറകൾ, അവരും പാപത്തിൻ്റെ ജീവിതം നയിച്ച് ദൈവനിഷേധികളായിട്ട് ജീവിച്ചാൽ ആ തലമുറകൾ നശിച്ചു പോകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ക്രിസ്തു ശാപമെല്ലാം കുരിശിലേറ്റെടുത്തു. പക്ഷേ യേശു ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെട്ട് കഴിയുമ്പോഴാണ് ശാപത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടുന്നത്. ശാപം ഏറ്റെടുത്തവനായ, പാപം ഏറ്റെടുത്തവനായ, രോഗം ഏറ്റെടുത്തവനായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോഴാണ് യേശുവിലൂടെ അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത്. പാപികളുടെ സന്തതികൾ പാപം ചെയ്ത പിതാക്കന്മാരുടെ വഴിയുടെ ജീവിച്ചാൽ അതേ തകർച്ച തന്നെ അവരും അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ചില കുടുംബങ്ങളുടെ അവസ്ഥകളിലേക്ക് നമ്മളൊന്ന് കണ്ണ് ഓടിച്ചു നോക്കുക, നമുക്ക് കാണാൻ പറ്റും. പിതാക്കന്മാർ അനീതിയിലും അക്രമങ്ങളിലും ദൈവനിഷേധങ്ങളിലും ജീവിച്ചോ അവരുടെ തലമുറകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും. ചില കുടുംബങ്ങളിൽ മക്കൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, പക്ഷെ പിതാക്കന്മാർക്ക് വിശ്വാസമില്ല. അവർ ദൈവനിഷേധികളായിട്ട് ജീവിക്കാം. അവർക്ക് വിശുദ്ധ കുർബാനയിൽ താല്പര്യമില്ല, കുമ്പസാരിക്കുന്ന കാര്യത്തിൽ താല്പര്യമില്ല, കൂദാശ ജീവിതത്തോട് ഒരു താല്പര്യമില്ല. അങ്ങനെ ജീവിക്കുന്ന ചില പിതാക്കന്മാരുണ്ട്. ദൈവഭയമില്ലാത്ത മാതാപിതാക്കന്മാരുടെ മക്കള്, അവർക്ക് അതിൻ്റെതായ കഷ്ടത അനുഭവിക്കേണ്ടി വരും. അവൻ നിമിത്തമാണ് അവർ നിന്ന് അനുഭവിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ, നിങ്ങൾക്ക് കഷ്ടം. ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ വചനങ്ങളും നിഷേധിച്ച ജനം, വളച്ചൊടിച്ച ജനം, തിരസ്കരിച്ച ജനം, അവർക്ക് കഷ്ടമെന്നാണ് വിശുദ്ധ വചനം പറയുന്നത്. നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചു വീണത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു, ദൈവഭയമില്ലാത്തവൻ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നു. ഞാനീ പറഞ്ഞതൊക്കെ വിശുദ്ധ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളാണ്. എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി മരിച്ചുപോയി. ഞായറാഴ്ച പോലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാത്ത മനുഷ്യൻ, വിശ്വാസമില്ല. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും കാര്യമായ വിശ്വാസമില്ല. വല്ലപ്പോഴുമൊക്കെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമെന്ന് മാത്രം. ആ കുടുംബങ്ങളൊക്കെ ഇന്ന് വൻ തകർച്ചയിലായിപ്പോയി. അവിടെ മക്കളുടെ മക്കളിലേക്ക് വന്നപ്പോൾ വിവാഹങ്ങളില്ല. ഇനി വിവാഹം കഴിച്ചവർക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല. വലിയ സാമ്പത്തിക തകർച്ചകൾ. പണ്ട് സമ്പത്തുണ്ടായത് ഇപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു. എവിടെ തൊട്ടാലും പരാജയങ്ങളും നഷ്ടങ്ങളിലൂടെയൊക്കെ ഇന്ന് ഞാനീ പറഞ്ഞ കുടുംബം കടന്നു പോവുകയാണ്. ആ പിതാവ് ദൈവനിഷേധിയായിട്ട് ദൈവത്തെ മറന്ന് ജീവിച്ചതിൻ്റെ ദുരന്ത ഫലങ്ങൾ തലമുറകളിലൂടെ കടന്നു പോകുക. പക്ഷെ ആ തലമുറ ദൈവത്തിലേക്ക് വന്നാലോ അവർക്കതിൽ നിന്ന് മോചനമുണ്ട്. പിതാക്കന്മാരുടെ വഴികളിലൂടെ, പാപത്തിൻ്റെ വഴികളിലൂടെ, ദൈവനിഷേധത്തിൻ്റെ വഴികളിലൂടെ തന്നെയാണ് ഇന്ന് അവരും ജീവിക്കുന്നത്. അതുകൊണ്ട്
ദൈവകൃപയ്ക്ക് അവർ പുറത്താക്കപ്പെടുകയാണ്. ദൈവാനുഗ്രഹം അവരിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. അവരൊക്കെ സാത്താൻ്റെ അടിമത്തത്തിലാവുകയാണ്. ശാപം അവരുടെ കുടുംബങ്ങളെ വേട്ടയാടുകയാണ്. ഈ കുടുംബങ്ങളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങൾ സംഭവിക്കുക. ഇതിനൊക്കെ നമ്മൾ നിസ്സാരമായിട്ട് കണക്കാക്കാനായിട്ട് പാടില്ല. നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. ഏതു തകർന്ന കുടുംബത്തെയും, നശിച്ച കുടുംബത്തെയും, ശാപം വീണ കുടുംബത്തെയും യേശുവിന് രക്ഷിക്കാൻ കഴിയും. കുരിശിൽ മരിച്ച ക്രിസ്തുവിലേക്ക് ആ വ്യക്തി, ആ കുടുംബം നോക്കിയാൽ മതി. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് 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 കർത്താവ് ഉയർത്തിയിരിക്കും. ഹല്ലേലൂയ. അപ്പം തലമുറകളിലൂടെ കടന്നു വരുന്ന കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ശാപങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, പരാജയങ്ങൾ, ഇതിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ ഒരു വിടുതലുണ്ട്. ആര് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നുവോ അവർക്ക് സകല നന്മകളും പിതാവായ ദൈവം വാഗ്ദാനം നൽകിയിരിക്കുക. സകല നന്മകളുടെയും ഉറവിടം യേശു ക്രിസ്തുവ. അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചവർക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ പിന്നാലെ ആര് ഇറങ്ങിത്തിരിച്ചോ അവരെ യേശു ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. കാരണം അവൻ ദൈവമാണ്, അവൻ ജീവിക്കുന്ന കർത്താവാണ്. അവൻ്റെ നാമത്തെ വിളിച്ചവർക്ക് ലജ്ജിക്കാൻ അവൻ സമ്മതിക്കത്തില്ല. അവൻ മാനിക്കുന്നവനാ, അവൻ ഉയർത്തുന്നവനാ, അഭിവൃദ്ധി തരുന്നവനാ, നന്മ തരുന്നവനാ, സമാധാനം തരുന്നവനാ, സന്തോഷം തരുന്നവനാ. തകർന്നു തരിപ്പണമായ നിന്റെ കുടുംബത്തെ അവൻ പുനരുദ്ധരിച്ചിരിക്കും. നിന്റെ അതിരുകളെ അവൻ വിസ്തൃതമാക്കിയിരിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 100 ഇരട്ടിയായിട്ട് മടക്കിത്തരുവാനായിട്ട് യേശുവിന് കഴിയും. അപ്പം നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ മറന്ന് ജീവിച്ചു, ശരിയായിരിക്കാം. പക്ഷേ നീ ദൈവത്തിലേക്ക് വരിക. അവർ ചെയ്ത പാപങ്ങൾക്ക് നീ മാപ്പ് ചോദിച്ചാൽ മതി. നിന്നിലൂടെ നിന്റെ തലമുറ, നിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും. അപ്പസ്തോലപത്രം 16:31. നീയും നിന്റെ കുടുംബം മുഴുവനും, നിന്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇത് വലിയ ഒരു വാഗ്ദത്തമാണ്. നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിച്ചിരിക്കും. നിന്റെ തലമുറ രക്ഷ പ്രാപിച്ചിരിക്കും. തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. യേശുവിൽ ആര് വിശ്വസിക്കുന്നുവോ അവരെ യേശു കൈകളിൽ താങ്ങിയിരിക്കും. യേശുവിൻ്റെ കരങ്ങളിൽ അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഹല്ലേലൂയ. യേശുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ ഒരു ശാപവും നിന്നെ വേട്ടയാടത്തില്ല. ഒരു തിന്മയുടെ ശക്തികളും സാത്താന്യ ശക്തികൾക്കും നിന്നെ തൊടുവാനായിട്ട് സാധിക്കത്തില്ല. യേശു നിന്നെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയതാ. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണിത്. ഈ ലോകത്തിൽ ഒരു അന്ധകാരത്തിൻ്റെ ശക്തികൾക്കും നിന്നെ കീഴ്പ്പെടുത്താനോ നിന്നെ തകർക്കാനോ ഒരിക്കലും സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ തലമുറകൾ വേട്ടയാടപ്പെടുന്ന കുടുംബങ്ങൾ, നശിച്ചു തീർന്ന കുടുംബങ്ങൾ, നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നാമത്തെ ഒന്ന് വിളിച്ചേ, യേശുവേ ദാവീദിൻ്റെ പുത്ര, എന്നോടും എൻ്റെ കുടുംബത്തോടും തലമുറയോടും കരുണയാകണമേ. ആ ഒറ്റ വിളി മതിയെന്നേ നിന്റെ കുടുംബത്തെ യേശു ഏറ്റെടുക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. കാരണം യേശുവിൻ്റെ നാമത്തിൽ സകല അനുഗ്രഹങ്ങളും നന്മകളും പിതാവായ ദൈവം മാനവരാശിക്ക് വേണ്ടി
വാഗ്ദത്തം ചെയ്തിരിക്കുക. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എല്ലാം തരുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തരും. നാളെയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ട. നിങ്ങൾക്ക് എന്തു വേണമെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. തരുമെന്നേ. നിങ്ങളുടെ പിതാവ് നല്ലവനാ, നിങ്ങളുടെ പിതാവ് കാരുണ്യവാനാ, നിങ്ങളുടെ പിതാവ് വിശ്വസ്തതയുള്ളവനാ, നിങ്ങളുടെ പിതാവ് വാഗ്ദത്തങ്ങളിൽ ഒരിക്കലും മാറ്റമില്ലാത്തവനാ. ആ പിതാവ് യേശു ക്രിസ്തു വഴി നിനക്ക് വേണ്ടതൊക്കെയും സമർത്ഥമായിട്ട് നൽകും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.